മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. അപ്പോഴാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവൻ്റെ കണ്ണിലെ പ്രണയം അവളെ തളർത്തി. അവൻ ഇടുപ്പിലെ പിടുത്തം മുറുക്കി. അവൾ അവനിലേക്ക് മുഖമടുപ്പിച്ചു. നിശ്വാസങ്ങൾക്കിടയിൽ നൂലിഴ വ്യത്യാസം മാത്രം. അവൻ അല്പം തല ഉയർത്തി അവളുടെ ചുണ്ടുകളെ തൻ്റേതാൽ പൊതിഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കൈകൾ അവൻ്റെ ടീഷർട്ടിൽ മുറുകി. അവളെ പിടിച്ച് താഴേക്കിടത്തി അവൻ അവൾക്ക് മുകളിലേക്ക് ഇടന്നു. ചുണ്ടുകളിൽ നിന്നും നാവിലേക്കും ചുംബനം വഴിമാറി. ദീർഘനേരം ചുണ്ടുകൾ മത്സരിച്ചു. ഉമിനീരിൽ ഇരുമ്പിൻ്റെ ചുവ കലർന്നു. അവളുടെ പിടുത്തം മുറുകി. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങി. അല്പം പൊങ്ങിക്കിടന്ന ടോപ്പിലൂടെ അവൻ്റെ കൈകൾ അവളുടെ വയറിനെ തഴുകി. അവളിൽ നിന്നും കുറുകലുകൾ ഉയർന്നു. അതവനിൽ ആവേശം നിറച്ചു. അവൻ്റെ കൈകൾ അവളുടെ പൊക്കിൾ ചുഴിയിൽ അമർന്നു. അവൾ ഏങ്ങിപ്പോയി. അവനിൽ നിന്നും ചുണ്ടുകൾ വേർപെട്ടു. അവളുടെ മുഖം പുറകിലേക്ക് നീങ്ങി. അവൻ്റെ കൈ അവിടെയാകെ ഒഴുകി നടന്നു. അതിനോടൊപ്പം ചുണ്ടുകൾ കഴുത്തിലൂടെ അരിച്ചിറങ്ങി. അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിനടിയിലൂടെ അവൻ്റെ പുറത്ത് അമർന്നു. അവൻ്റെ ചുണ്ടുകൾ ഡ്രസ്സിന് പുറത്തുകൂടെ മാറിൽ അമർന്നു. വികാരങ്ങൾക്ക് കെട്ടിടാനെന്ന വണ്ണം അവൾ കാലിലെ വിരലുകൾ മടക്കി പിടിച്ചു. അവിടെ നിന്നും നഗ്നമായ വയറിൽ അവൻ്റെ കുറ്റിത്താടിയും മീശയും മിക്കിളിയുണ്ടാക്കി. അവളൊന്ന് പിടഞ്ഞു. ഒന്ന് കുതിര എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ്റെ പല്ലുകൾ അവളുടെ പൊക്കിൾ ചുഴിയിൽ പതിഞ്ഞു. അവൾ അതേപോലെ അമർന്നു കിടന്നു. നാവുകൊണ്ട് അവിടെ ഒന്നുകൂടെ തഴുകി. അവൾ തളർന്നു പോയി. അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് അവൾ അവനെ തൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. മതിച്ചായ അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ സ്റ്റാമിന? അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിടർന്നു. കല്യാണം കഴിഞ്ഞിട്ടേ പാൽ കുറച്ച് ബൂസ്റ്റ് കലക്കിയിട്ടാണെങ്കിലും ഞാൻ സ്റ്റാമിന എടുത്തിക്കോളാം. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അവൻ ചിരിയോടെ അവളുടെ മേലേന്ന് മാറിക്കിടന്നു. അവൾ വേഗം ബെഡിലിട്ട ഫോൺ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ ചുണ്ട് കടിച്ചു പിടിച്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഒരു വളിച്ച ചിരിയും കൊടുത്ത് പുതപ്പ് തലയിലൂടെ മൂടി അവൾ തിരിഞ്ഞു കിടന്നു. ഇനിയും ഉറങ്ങാതിരുന്നാൽ ശരിയാവില്ലെന്ന് കരുതി ഇയർഫോൺ കുത്തി പാട്ട് വെച്ച് അവൻ കണ്ണടച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞ് ശബ്ദമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ ആർദ്ര പതിയെ തിരിഞ്ഞു നോക്കി. ശാന്തമായി ഉറങ്ങുന്ന ഡേവിഡിനെ കണ്ട് അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു. ടോപ്പ് പൊക്കി അവൾ വയറിൽ പതിയെ തലോടി. അവൻ്റെ ഉമിനീരിൽ കുതിർന്നിരുന്നു അവിടെ മുഴുവൻ. പെട്ടെന്ന് ഡേവിഡ് തിരിഞ്ഞ് അവളുടെ വയറിലൂടെ കൈയിട്ടു. ഒന്ന് ഞെട്ടിയെങ്കിലും ഉറക്കത്തിലാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് അവൾ അവനോട് ചേർന്ന് കിടന്നു. അവനും അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി. കർത്താവേ, ഇച്ചായനെയും കെട്ടി അങ്ങേരുടെ 10-20 മക്കളെയും പ്രസവിച്ച് ഈ വീട്ടിൽ സന്തോഷത്തോടൊരു കൊച്ചു കുടുംബമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം വേഗം തരണേ. റൂമിൽ തൂക്കിയിട്ടിരിക്കുന്ന യേശുവിൻ്റെ ഫോട്ടോയിൽ നോക്കി അവൾ ശബ്ദം താഴ്ത്തി പ്രാർത്ഥിച്ചു. കണ്ണിൽ വെയിൽ കുത്തിക്കയറും പോലെ തോന്നിയിട്ടാണ് മിഴി കണ്ണുകൾ തുറന്നത്. തുറന്നിട്ട ജനാലയിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഇളം ചിരിയോടെ അവൾ നോക്കിക്കിടന്നു. ഇടുപ്പിൽ മുറുകുന്ന കൈകൾ അവളുടെ ശ്രദ്ധ തിരിച്ചു. പൊടുന്നനെ അവൾ മറുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. തൻ്റെ അരയിലൂടെ കൈ മുറുക്കി പിടിച്ച് കമിഴ്ന്നിടന്നുറങ്ങുന്ന ഭദ്രയെ കണ്ട് അവളുടെ ചുണ്ടുകൾ മനോഹരമായി പുഞ്ചിരിച്ചു. നെറ്റിയിൽ ആടിക്കളിക്കുന്ന മുടിയകളെ കൈകൊണ്ട് മാറ്റി അവൾ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. ഒരു നിമിഷം എന്തോ ആലോചിച്ചെന്ന പോലെ അവൾ കൈകൾ പിൻവലിച്ചു. രണ്ടാളുടെയും ദേഹം മറച്ചു കിടന്നിരുന്ന കംഫേർട്ടർ എടുത്തു മാറ്റി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അവനൊന്ന് ഞെരങ്ങിക്കൊണ്ട് തല മറുവശത്തേക്ക് വെച്ച് കിടന്നു. അവൾ കൈകൊണ്ട് സ്വയം വായ അമർത്തിപ്പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതെ ഇരുന്നു. ബദ്രി വീണ്ടും ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ബെഡിൻ്റെ മൂലയിൽ അഴിച്ചിട്ടിരിക്കുന്ന അവളുടെ ടോപ്പ് എടുത്ത് വേഗത്തിൽ ധരിച്ചു. പെട്ടെന്ന് എന്തോ ശ്രദ്ധിച്ച പോലെ കഴുത്തിൽ നിന്ന് ടോപ്പ് അല്പം താഴ്ത്തി നോക്കി. മാറിലെ മുറിപ്പാടിനോടൊപ്പം ബദ്രിയുടെ പല്ലുകൾ പതിച്ച പാടും ചുവന്ന വട്ടത്തിൽ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അവൾ നാണത്തോടെ ടോപ്പ് മുകളിലേക്ക് പൊക്കി മുഖം മറച്ചു. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ബദ്രിയുടെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു. ആർദ്ര എഴുന്നേറ്റ് നോക്കുമ്പോൾ ഡേവിഡ് കിടന്ന ശൂന്യമായിരുന്നു. ഇങ്ങേരുത് എവിടെ പോയി? അവൾ ചിന്തകളോടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ദേഹം ഒട്ടവെയിലത്തുനിന്ന് ഒരാൾ വർക്കൗട്ട് ചെയ്യുന്നു. ഓ, അപ്പൊ രാവിലെ തന്നെ മസിൽ ഉരുട്ടി കയറ്റാൻ പോയതാണല്ലേ? അവളുടെ ശബ്ദം കേട്ട് ഡേവിഡ് തിരിഞ്ഞു നോക്കി. അവനൊന്നും മിണ്ടാതെ വീണ്ടും വ്യായാമം തുടർന്നു. അവളുടെ ചുണ്ടുകൾ പുറത്തേക്ക് വന്നു. കിച്ചണിൽ ടീ ഉണ്ട്, കുടിച്ചോ? തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും ഡേവിഡിൻ്റെ ശബ്ദം കേട്ട് അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി വർഷിച്ചു. ചായയെങ്കിൽ ചായ. അവൾ വേഗം കിച്ചണിലേക്ക് ഓടി. ഒരു കപ്പിൽ മൂടി വെച്ചിരിക്കുന്ന ടീ കണ്ട് വേഗം അതെടുത്ത് പുറത്തേക്ക് വന്നു. തലേ ദിവസത്തെ മഴയെ ഓർമ്മിപ്പിക്കാനെന്ന വണ്ണം ഓരോ ചെറിയ കാറ്റിലും മരങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ താഴേക്ക് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. ചെറിയ മൂടൽ മഞ്ഞും. അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശമായതുകൊണ്ട് ആരുടെയൊക്കെ വീട്ടിൽ നിന്നും പുക ഉയരുന്നുണ്ടായിരുന്നു. ഒപ്പം തണുപ്പും. നാട്ടിൻപുറത്തിൻ്റെ ഭംഗി അവൾക്ക് ആ അന്തരീക്ഷം വളരെ ഇഷ്ടമായി. സിറ്റ് ഔട്ടിൽ വന്നിരുന്നുകൊണ്ട് അവൾ ആസ്വദിച്ച് ചായക്കപ്പ് വായിലേക്ക് വെച്ചു.
ഇതെന്താ കഷായോ? അവൾ മുഖം വികൃതമാക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ ഡംബിൾസ് നിലത്ത് വെച്ച് അവളെ കൂർപ്പിച്ച് നോക്കി. ഗ്രീൻ ടീ, ഗുഡ് ഫോർ ഹെൽത്ത്. ഇത്രയും കഷ്ടപ്പെട്ട് ഹെൽത്ത് നന്നാക്കേണ്ട ഗതികിടന്നും എനിക്ക് വന്നിട്ടില്ല. അവളുടെ ഭാവവും സംസാരം കേട്ട് ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്തെ ദേഷ്യം മാറി അവിടെ പുഞ്ചിരി വിടർന്നു. ശരി വാ, ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടാവും, തിളപ്പിച്ചു തരാം. അവൻ മുന്നിൽ നടന്നു. അവൻ്റെ പിന്നാലെ തുള്ളിക്കൊണ്ട് ആദ്രയും അകത്തേക്ക് പോയി. ഇതെല്ലാം കണ്ട അയൽവാസികൾ രണ്ടുപേർ അവരുടെ മതിലിനകത്തേക്ക് എത്തി നോക്കിയിരുന്ന തല പിൻവലിച്ചു. ആരടി ആ പെണ്ണ്? അറിയില്ല, കണ്ടാ മറ്റേ കേസ് പോലൊന്നും ഇല്ല. എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. ആ പെണ്ണിന്റെ വേഷം കണ്ടിട്ട് രാത്രിയൊക്കെ ഇവിടെ താമസിച്ച പോലെ ഉണ്ട്. തന്തയും തള്ളയൊന്നും ഇല്ലല്ലോ, എന്തോ ആവാന്ന് കരുതിയിട്ടുണ്ടാവും. നമ്മുടെ പെൺകൊച്ചുങ്ങൾ വളർന്നു വരുന്ന സ്ഥല, ഇമാതിരി പരിപാടിയൊന്നും ഇവിടെ നടത്താൻ അനുവദിക്കരുത്. അത് ശരിയാ. അവർ പതിയെ അവരുടെ വീടുകളിലേക്ക് നീങ്ങി. ഡേവിഡ് ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പൊട്ടിച്ച് അത് പാത്രത്തിലേക്ക് വെച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചു. കിച്ചൺ സ്ലാബിലിരുന്ന് അവൻ ചെയ്യുന്നത് നോക്കുന്നതെന്ന പോലെ അവന് മൗത്ത് വാച്ച് ചെയ്യുകയായിരുന്നു ആർദ്ര. തിളച്ചു വന്ന പാലിനെ പഞ്ചസാരയിട്ട് ആറ്റിയരിച്ച് കപ്പിലേക്ക് ഒഴിച്ച് ഡേവിഡ് അവൾക്ക് നേരെ നീട്ടി. അവൾ വിടർന്ന പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. അവൾ ബാക്കി വെച്ച ഗ്രീൻ ടീ എടുത്ത് സിപ്പ് ചെയ്തു. അല്പം ബൂസ്റ്റ് കൂടെ മിക്സ് ചെയ്യായിരുന്നു. പാൽ കുടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു. ഡേവിഡ് ചുണ്ട് കടിച്ചു പിടിച്ചിരിച്ചു. രാമന കൂട്ടാനാണോ? ചോദ്യം കൂടെ വന്നപ്പോഴാണ് അവൻ്റെ ചിരിയുടെ അർത്ഥം അവൾക്ക് മനസ്സിലായത്. ഇപ്പം ചോദിച്ച ടേസ്റ്റ് കൂട്ടാനാ, വേണമെങ്കിൽ സ്റ്റാമിനയും കൂട്ടാം. അവൻ കുടിച്ചുകൊണ്ടിരുന്ന ഗ്രീൻ ടീ തരിപ്പിൽ കയറി ചുമച്ചു. അയ്യോ, ആക്രാന്തം കാണിക്കില്ലേ, ആ കഷായം എനിക്ക് വേണ്ട, പയ്യെ കുടിക്ക്. ചാടി ചാടി അവൻ്റെ തലയിൽ തട്ടുന്നതിനൊപ്പം അവൾ പറയുന്ന കേട്ട് അവന് ചിരിയും വരുന്നുണ്ടായിരുന്നു. ബദ്രി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. ഉണരുമ്പോൾ മിഴി അടുത്തുണ്ടായിരുന്നില്ല. നിരാശയോടെയാണ് അവൻ മുകളിലേക്ക് കയറിപ്പോയത്. റെഡിയായി താഴെ വരുമ്പോഴെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതി. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴും അവിടെയെങ്ങും കണ്ടില്ല. അമ്മ, മിഴി എവിടെ? അവൾ ഗാർഡനിലുണ്ട്. അവിടെ മിനിയുടെ കുട്ടികൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൾ പുറത്താണെന്ന് അറിഞ്ഞതും അവൻ കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. കൈ കഴുകി തിരിയുമ്പോൾ അവനെ കാത്തുന്ന പോലെ ഹാളിൽ റാം ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി. പറയൂ ഡാഡ്. ഇരിക്ക്. അവൻ അക്ഷമയുടെ സെറ്റിലേക്ക് ഇരുന്നു. അപ്പോഴും കണ്ണുകൾ പുറത്ത് ഗാർഡനിലേക്കായിരുന്നു. ബദ്രി, കമ്മിങ് സൺഡേ നല്ല ദിവസമാണ്, എൻഗേജ്മെൻറ്റ് നടത്താം. എന്താ നിൻ്റെ അഭിപ്രായം? ഓക്കെ ഡാഡ്. അപ്പോൾ മാരേജ്? റാം ഒന്ന് ആക്കി ചിരിച്ചു. അല്ല, എൻഗേജ്മെൻറ്റ് ദിവസം മാരേജ് ഡേറ്റ് അനൗൺസ് ചെയ്യണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. 3 ഡേറ്റ് തന്നിട്ടുണ്ട്. 20th, 27th ആൻഡ് നെക്സ്റ്റ് മന്ത് 5th. നിനക്കേതാ കംഫർട്ടബിൾ? എന്നെ മാത്രം നോക്കിയാൽ പോരല്ലോ, ഡാഡും അമ്മയും മിഴിയും ചേർന്ന് ഡിസൈഡ് ചെയ്തോ. എനിക്ക് എന്നാലും കുഴപ്പമില്ല. ഓക്കെ. സംസാരം അവസാനിപ്പിച്ച് അവൻ പതിയെ ഗാർഡനിലേക്ക് നടന്നു. അവിടെ എത്തും മുന്നേ മിഴിയുടെ ഉയർന്ന ചിരിയും സംസാരവും കേൾക്കാമായിരുന്നു. 2 കുട്ടിക്കുരുമ്പുകൾ അവരുടെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പെണ്ണ്. ദൂരെ നിന്ന് വരുന്ന ബദ്രിയെ കണ്ടതും അവൾ തിരിഞ്ഞിരുന്നു. അവളിരിക്കുന്ന സിമെന്റ് ബെഞ്ചിൽ അവനും ഇരുന്നു. അവൻ്റെ നോട്ടം പുല്ലുകളിൽ വൈരും പോലെ തിളങ്ങുന്ന മഴത്തുള്ളികളിലെത്തി. തലേ ദിവസത്തെ മനോഹരമായ നിമിഷങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. അവൻ തൊട്ടടുത്തിരുന്ന് കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കുന്നവളെ നോക്കി. ആ തുള്ളികളേക്കാൾ തിളക്കമായിരുന്നു അവളുടെ മുഖത്തെ ചിരിക്ക്. വീണ്ടും മഴ ചാറി തുടങ്ങി. ദൂരെ നിന്നൊരു സ്ത്രീ അവർക്കടുത്തേക്ക് ഓടി വന്നു. മോളെ, ശരിയെന്നാ, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ശരി മിനി ചേച്ചി, കൂടെ എടുത്തിട്ടുണ്ടോ? ഉണ്ട് മോളെ. ശരി സർ. അവസാനം അടുത്തിങ്ങുന്ന ബദ്രിയെ നോക്കി യാത്ര പറഞ്ഞ് അവർ മക്കളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. ഗാർഡൻ നോക്കാനും പുറംപണിക്ക് വരുന്ന സ്ത്രീയാണ്. പക്ഷെ ഇതുവരെ താനൊന്ന് ചിരിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവൾ എത്ര സ്നേഹത്തോടെയാണ് അവരോട് സംസാരിക്കുന്നതെന്ന് അവൻ ഓർത്തു. മഴ നനയാതിരിക്കാൻ തലയിൽ കൈവച്ച് മറച്ച് മിഴി മാൻഷനകത്തേക്ക് ഓടാനാഞ്ഞു. അപ്പോഴേക്ക് അവളുടെ കയ്യിൽ ബദ്രിയുടെ പിടി വീണിരുന്നു. എന്താ? അവൾ കണ്ണുകൾ വിടുത്തി ചോദിച്ചു. ഐ ലവ് യു പാർട്ട്ണർ. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും മഴത്തുള്ളികൾ ശക്തി പ്രാപിച്ചിരുന്നു. അവളുടെ ഉടലിനെ നനച്ചുകൊണ്ട് ഓരോ വെള്ളത്തുള്ളിയും മണ്ണിലേക്ക് ഊർന്നിറങ്ങി. അവൻ്റെ കൈകൾ അവളെ ഇറുകെ പുണർന്നു. നെക്സ്റ്റ് സൺഡേ എൻഗേജ്മെൻറ്റ്. അറിഞ്ഞു. അവളുടെ മുഖത്ത് നാണം കലർന്നു. അവൻ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന അവളുടെ ചുണ്ടിലേക്ക് തന്നെ ഉറ്റുനോക്കി. അവൻ്റെ കണ്ണിലെ പ്രണയത്തെ നേരിടാനാവാതെ അവൾ തലതാഴ്ത്തി. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ കണ്ണുകളിലെ പ്രണയം അവളെ തളർത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖം അടുത്തേക്ക് വരുന്ന് പകപ്പോടെ അവൾ നോക്കി നിന്നു. അവളുടെ കൃഷ്ണമണികൾ ചുറ്റും ഓടി നടന്നു. ഗാർഡനിലാണ് നിൽക്കുന്നത് പോലും അവൻ മറന്നുപോയിരുന്നു. അത് ഓർമ്മപ്പെടുത്താറുന്ന വണ്ണം അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ അവൻ അവളിലേക്ക് ചേർന്നു. നിശ്വാസങ്ങൾക്കിടയിൽ കാറ്റിനു പോലും കടന്നു ചെല്ലാനാവാത്ത വിധം അവളുടെ ചുണ്ടിൽ പറ്റി നിന്ന വെള്ളത്തുള്ളികളെ അവൻ നുകർന്നെടുത്തു. ഭയം കൊണ്ട് മിഴിഞ്ഞു നിന്ന അവളുടെ കണ്ണുകൾ പരവേശം കൊണ്ട് കൂമ്പി അടഞ്ഞു.
ആ ചുംബനത്തിൽ അവളുടെ ഉടലാകെ വെട്ടിവിറച്ചു. കണ്ണുകളിൽ അതിർവരമ്പുകൾ തീർത്ത കരിമഷി നനവിൽ പടർന്നു. അല്പം പോലും ചായം പുരളാത്ത ചുണ്ടുകൾ അവൻ്റെ ചുംബനത്താൽ ചുവന്നു. ശ്വാസം വിലങ്ങിയപ്പോൾ അവളുടെ കൈവിരൽ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. ആ വേദന മഴയോടൊപ്പം വീശിയെടുക്കുന്ന കാറ്റിനേക്കാൾ സുഖമുള്ളതായി അവന് തോന്നി. അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റുമ്പോഴും ആ മിഴികൾ തുറന്നിരുന്നില്ല. അവൻ അത്രയധികം പ്രണയത്തോടെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്ന് ബോധം വന്ന പോലെ അവനെ തള്ളിമാറ്റി അവൾ അകത്തേക്ക് ഓടി. അവൻ ചിരിയോടെ അവളിലേക്കും നനഞ്ഞു കുതിർന്ന് തൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കി. അവൾക്ക് പുറകെ അകത്തേക്ക് നടന്നു. കാർ പോർച്ചിലേക്ക് കയറിയതും അവൾ ഇട്ടിരുന്ന ഫ്രോക്കിൻ്റെ അറ്റം പിടിച്ച് നന്നായി പിഴിഞ്ഞ് ഒന്ന് കുടഞ്ഞ് അകത്തേക്ക് ഓടിപ്പോയി. അവനും കോട്ടഴിച്ച് ഹാളിൽ ഹാങ്ങറിൽ തൂക്കി മുകളിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു നിമിഷം നിന്ന് അവൻ ചുറ്റും കണ്ണോടിച്ചു. ഹാളിൽ ആരുമില്ലെന്ന് കണ്ടതും മുഖത്ത് പതിവായി വിടരാറുള്ള കള്ളച്ചിരിയോടെ അവൻ മിഴിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മിഴി ഫ്രോക്ക് കഴിക്കാൻ പുറകിലെ സിബിലേക്ക് കൈയെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് കയറി വന്ന ബദ്രിയെ കണ്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖഭാവം മാറി. അവിടെ ഗൗരവം നിറഞ്ഞു. ഇന്ന് പോകുന്നില്ലേ? പോണം. നനഞ്ഞ ഷർട്ടിൻ്റെ സ്ലീവ് കയറ്റിക്കൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് വന്നു. പിന്നെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോവാൻ നോക്ക്. പാർട്ണർ, ടു ബി ഫ്രാങ്ക്, എനിക്ക് മതിയായില്ല. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി. എന്ത് മതിയായില്ലെന്ന്? ഈ ലിപ്സ് ടേസ്റ്റ് ചെയ്ത് മതിയായില്ലെന്ന്. നിഷ്കളങ്കമായി പറയുന്നവനെ കാണെ അവളുടെ ചുണ്ടിൽ വിടുന്ന പുഞ്ചിരിയെ മറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. വൺ മോർ പ്ലീസ്. നോ. ബാക്കി പറയും മുന്നേ അവൻ അവളുടെ ചൊടികളെ നുകർന്നിരുന്നു. അവൾ കാൽവിരലുകൾ മാത്രം കുത്തി ഉയർന്നു നിന്നു. അവൻ അവളെ എടുത്ത് ഇടുപ്പിലിരുത്തി. അപ്പോഴും ചുണ്ടുകൾ വേർപ്പെടുത്തിയില്ല. അവൾ സപ്പോർട്ടിനെന്നോണം ഇരു കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അതവനിൽ കൂടുതൽ ആവേശം നിറച്ചു. അവൾ ഇരുകാലുകളും അവന് പിന്നിൽ പിണച്ചു കെട്ടി. കാൽവിരലുകൾ മടക്കി പിടിച്ചു. അവൻ പതിയെ ചുംബനത്തിൻ്റെ വേഗത കുറച്ചു. എന്നാൽ അവൾ അവൻ്റെ ചുണ്ടിനെ തൻ്റേതാൽ പൊതിഞ്ഞു. അവൻ കണ്ണുകൾ വിടർത്തി. പുറത്ത് മഴ തോർന്നു. ഇരുവരും കിതക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈ അവളുടെ പുറത്തുകൂടെ തഴുകി ഫ്രോക്കിൻ്റെ സിബ് അഴിച്ചു കൊടുത്തു. അവളെ പതിയെ നിലത്തേക്ക് നിർത്തി. താങ്ക് യു പാർട്ട്ണർ. അവളുടെ ചെവിയിൽ ചുംബിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ മൊഴിഞ്ഞു. അവൾ തലതാഴ്ത്തി നിന്നു. അവൻ ഷർട്ട് ബട്ടൺ ഓരോന്നായി അഴിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൾ അപ്പോഴും തല ഉയർത്തിയിരുന്നില്ല. ഡേവിഡ് കാലത്തിനെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. ആർദ്ര ഒറ്റയ്ക്ക് ഇന്ന് ബോറടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മിഴിയെ വിളിച്ച് സംസാരിച്ചു. പപ്പ വിളിച്ചിരുന്നെന്നും അവൾ പറഞ്ഞ് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആർദ്രക്ക് സമാധാനമായി. കുറച്ചു നേരം കൂടി കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡേവിഡ് ഫുഡ് വാങ്ങി തിരികെ വന്നു. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് പ്ലേറ്റ് എല്ലാം കഴുകി വെച്ച് ആർദ്ര ഹാളിലേക്ക് വരുമ്പോൾ ഡേവിഡ് ടി വിക്ക് മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ വേഗം വന്ന് ഡേവിഡിൻ്റെ മടിയിൽ കയറിയിരുന്നു. അവൾ ഇരു കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടി ചേർന്നിരുന്നു. എന്താ ഉദ്ദേശം? അവനൊരു പിരികം പൊക്കി ചോദിച്ചു. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? അവളുടെ ചുണ്ട് ചളുക്കി പരിഭവത്തോടെ ചോദിച്ചു. അവൻ മറുപടിയായി പുഞ്ചിരിച്ചു. അവൾക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ അവൻ്റെ ചുറ്റിപ്പിടിച്ച കൈമാറ്റി അവൾ താഴേക്കിരിക്കാൻ ആഞ്ഞു. അപ്പോഴേക്കും അവൻ അവൾക്കൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ഇരു കൈയാലും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ കൈയും കാലും ഇട്ട് അടിച്ചു. മാറിയിരിക്കാൻ വേണ്ടി മാക്സിമം ബലം പ്രയോഗിച്ച് നീങ്ങാൻ ശ്രമിച്ചു. ഒന്ന് അനങ്ങുന്ന പോലില്ലെന്ന് കണ്ടപ്പോൾ അവൾ മുഖം വീർപ്പിച്ച് വീണ്ടും നേരെയിരുന്നു. ഡേവിഡ് അവളുടെ താടിത്തുമ്പിൽ പതിയെ കടിച്ചു. അവൻ്റെ മുഖം പിടിച്ചു മാറ്റി അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. രണ്ടാളുടെയും മുഖത്ത് ഒരുമിച്ച് ചിരി വിടർന്നു. അവൻ വീണ്ടും അവൾക്കടുത്തേക്ക് നീങ്ങുമ്പോഴേക്കും പുറത്തെ ഡോറിൽ ആരോ ശക്തിയിൽ തട്ടുന്നു കേട്ട് അവർ അകന്നു മാറി. ആർദ്ര മടിയിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റു. അപ്പോഴേക്കും വീണ്ടും ആരോ ഡോറിൽ മുട്ടി. കോളിംഗ് ബെൽ അടിക്കാതെ ആരെ ഡോറിൽ തട്ടുന്നു? ഡേവിഡ് സ്വയം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് നടന്നു. ലോക്ക് മാറ്റി അവൻ ഡോർ തുറക്കുമ്പോൾ വീടിന് മുമ്പിൽ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അവനെ നെറ്റി ചുളിഞ്ഞു. എന്താ? അവൻ ഇരുകൈകളും കെട്ടി അവരോട് ചോദിച്ചു. അല്പം പ്രായം തോന്നിക്കുന്ന ഒരാൾ മുന്നോട്ട് വന്നു. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഏത് പരിപാടി? ആരുമില്ലാത്ത വീട്ടിൽ ഒരു പെണ്ണിനെയും വിളിച്ചുകൂട്ടി നീ ചെയ്യുന്ന എന്താണെന്ന് അറിയാക്കാൻ ഞങ്ങൾ പൊട്ടന്മാരൊന്നല്ല. ആൾക്കൂട്ടത്തിൽ നിന്നും ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. ഡേവിഡിന്റെ മുഖം വലിഞ്ഞു മുറുകി. അത് പറയാൻ നീയൊക്കെ ആരടാ? ഇതെന്റെ വീടാ. ഇവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചപ്പോഴും കൂടപ്പിറപ്പ് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാത്ത ഏത് നാട്ടുകാരൻ തെണ്ടികളും എന്റെ വീട്ടുമുറ്റത്ത് കാല് കുത്തി പോരുത്. അമ്മച്ചിയാണ് കുത്തിയ കാല് വെട്ടിയരിഞ്ഞു കളഞ്ഞാൽ ഡേവിഡാ പറയുന്നേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.